നമസ്കാരം, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഭാരതീയ കാവ്യശാസ്ത്ര എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ JLT, HSA, KTET ഹിന്ദി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും ഇത്. കാരണം JLT, HSA സിലബസിൽ മൊഡ്യൂൾ 6 അതായത് 6ാമത്തെ മൊഡ്യൂളിലെ ടോപ്പിക്ക് കാവ്യശാസ്ത്ര, ഭാരതീയ കാവ്യശാസ്ത്ര ഓർ വിഭിന്ന സമ്പ്രദായ് എന്നുള്ളതാണ്. തീർച്ചയായും അതിൽ നിന്ന് എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. जब संस्कृत के विद्वानों ने काव्य के महत्वपूर्ण तत्व क्या है इस पर विचार किया तो विभिन्न प्रकार का संप्रदाय जन्म लिया. അതായത് നമ്മുടെ പുരാതന സംസ്കൃത പണ്ഡിതന്മാർ കാവ്യയ്ക്ക് മഹത്വപൂർണ്ണ തത്വയ്ക്കാഹെ കാവ്യത്തിൻ്റെ മഹത്വപൂർണ്ണമായ തത്വം എന്താണെന്ന വിഷയത്തിൽ ചിന്തിക്കുകയും അതിന് പ്രകാരം വിഭിന്ന സമ്പ്രദായങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ഏതൊക്കെയാണ് കാവ്യത്തിൻ്റെ വിഭിന്ന സമ്പ്രദായങ്ങൾ? നിങ്ങൾക്കറിയാമായിരിക്കും. രസസമ്പ്രദായ്, അലങ്കാർ സമ്പ്രദായ്, രീതി സമ്പ്രദായ്, ധ്വനി സമ്പ്രദായ്, വക്രോക്തി സമ്പ്രദായ് ഓർ ഔചിത്യ സമ്പ്രദായ്. ഇതിൽ ആദ്യത്തെ സമ്പ്രദായമാണ് രസസമ്പ്രദായ്. അതായത് സബ്സെ പ്രാചീന് സിദ്ധാന്ത് രസ് സമ്പ്രദായക്കോ മാനാ ജാതാ ഹെ. ഏറ്റവും പഴയ, അതായത് ഏറ്റവും പുരാതനമായ സമ്പ്രദായമാണ് രസ് സമ്പ്രദായ്. ഇതിൻ്റെ ആചാര്യ ഭരതമുനിയാണ്. അപ്പോൾ രസ് സമ്പ്രദായക്ക് പ്രവർത്തക് ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ ഭരതമുനിയാണ്. ഇദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 2ാം നൂറ്റാണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ ഗ്രന്ഥമാണ് നാട്യശാസ്ത്ര. എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ എല്ലാ സമ്പ്രദായത്തിൻ്റെ പ്രവർത്തകർ ആരാണെന്നും അവരുടെ പ്രമുഖ ഗ്രന്ഥങ്ങളും കഥൻ ഏതൊക്കെയാണെന്നും പഠിച്ചു വച്ചിരിക്കണം. ആചാര്യ ഭരതമുനിനെ നാട്യശാസ്ത്രക്കോ സ്വയം പഞ്ചം വേദമാന. അദ്ദേഹം തൻ്റെ നാട്യശാസ്ത്രത്തിനെ 5ാം വേദമായി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കഥൻ, പ്രസിദ്ധ കഥൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രസസമ്പ്രദായത്തെ, അദ്ദേഹം കാവ്യശാസ്ത്രത്തിൻ്റെ ആത്മാവായി രസത്തിനെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഓരോ സിദ്ധാന്തവും ഓരോ സമ്പ്രദായവും ഉണ്ടായിരിക്കുന്നത് കാവ്യത്തിൻ്റെ ആത്മാവിനെ, ചില ആചാര്യന്മാർ രസത്തിനെയാണ് കാവ്യത്തിൻ്റെ ആത്മാവായി കണക്കാക്കിയിരിക്കുന്നെങ്കിൽ ചിലർ അലങ്കാരത്തിനെ, ചിലർ രീതിയെ, ചിലർ ധ്വനിയെ, അങ്ങനെ കാവ്യത്തിൻ്റെ ആത്മാവിനെ ഡിഫറൻറ്റ് കാറ്റഗറിയിലേക്ക് തിരിച്ചു കൊണ്ടാണ് ഓരോ സമ്പ്രദായവും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കഥൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വിഫാനുഫാവ് വ്യഭിചാരി സംയോഗദ്രഹ നിഷ്പക്ഷിത. ഇത് സംസ്കൃത വരിയാണ്. വായിക്കുമ്പോഴത്തെ ടഫായി തോന്നിയാലും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മറന്നു പോകാതെ നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ അർത്ഥം വിഫാനുഭാവ വ്യഭിചാരി, അതായത് വിഫാവ്, അനുഭാവ്, വ്യഭിചാരി. വ്യഭിചാരി എന്ന് പറഞ്ഞാൽ സഞ്ചാരി ഭാവനയാണ് ഇവിടെ വ്യഭിചാരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിഫാവ്, അനുഭാവ് ഓർ സഞ്ചാരി ഭാവ് के संयोग से रस की निष्पक्षी होती है. വിഫാവ്, അനുഭാവ് ഓർ സഞ്ചാരി ഭാവങ്ങളുടെ സംയോഗത്താലാണ് രസം ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ഭരതമുനി പറയുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ സഞ്ചാരി ഭാവോങ്കി സംഖ്യ, അതൊരു ചോദ്യമായി ചോദിക്കാവുന്നതാണ്. സഞ്ചാരി ഭാവോങ്കി സംഖ്യ കിത്തിനീഹി. അദ്ദേഹം അതിൽ 33 എന്നാണ് പറയുന്നത്. മാത്രമല്ല 8 സ്ഥായി ഭാവങ്ങളുണ്ടെന്നും 8 സാത്വിക് ഭാവങ്ങളുണ്ടെന്നും നാട്യശാസ്ത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്.
ഇനി ഭരതമുനി के अनुसार രസോं की संख्या 8 മാനി ജാതി ഹെ. ഞാൻ പറഞ്ഞല്ലോ രസങ്ങളുടെ സംഖ്യ 8 എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പല വിദ്വാൻമാരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ 8 എന്ന് പറയുന്നു, ചിലർ 9 എന്ന് പറയുന്നു. നമ്മുടെ ഭരതമുനിക്ക് അനുസാർ രസോं की संख्या 8 है. रस का नाम और स्थायी भाव ഇത് പഠിച്ചിരിക്കണം. रस का नाम श्रृंगार, ഇതിൻ്റെ സ്ഥായി ഭാവം രതി, വീർ ഉത്സാഹ്, രൗദ്ര ക്രോധ്, ബീഭത്സ് ജുഗുപ്സ, അദ്ഭുത് വിസ്മയ്, ഹാസ്യ ഹാസ്, ഭയാനക് ഭയ്, കരുണ ശോക്. മറ്റു വിദ്വാൻമാർ മറ്റൊരു രസത്തെ കൂടി നിർവചിച്ചിട്ടുണ്ട്. അതെന്താണ്? ശാന്തരസമാണ്. അതിൻ്റെ സ്ഥായി ഭാവം ഏതാണ്? നിർവേദാണ്. ശാന്തരസവും നിർവേദ, അതുകൂടി ഒന്ന് പഠിച്ചിരിക്കുക. അടുത്തത് രസ് സമ്പ്രദായക്ക് അന്യ പ്രമുഖ ആചാര്യ. മറ്റ് രസസമ്പ്രദായത്തിലുള്ള രസമാണ് കാവ്യത്തിൻ്റെ പ്രാണൻ എന്ന് വിശ്വസിച്ചിരുന്ന മറ്റ് ആചാര്യന്മാർ, അവരെ കൂടി ഒന്ന് പഠിച്ചിരിക്കണം. ആചാര്യ വിശ്വനാഥ്, ആചാര്യ രാജശേഖർ और ഭോജ്രാജ്. ഇതൊക്കെ വോർഡ് 1 ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കാവുന്നതാണ്. പ്രവർത്തകനല്ലാത്തതാര് എന്ന് ഒരാളുടെ പേര് കൂടി കൂട്ടിച്ചേർത്ത് ചോദ്യം വരാവുന്നതാണ്. അടുത്ത സമ്പ്രദായം അലങ്കാർ സമ്പ്രദായമാണ്. ഇതിൻ്റെ പ്രമുഖ പ്രവർത്തക ഭാമകാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ ഗ്രന്ഥ കാവ്യ അലങ്കാർ. ഭാമക് അനുസാർ അലങ്കാർ കാവ്യ പ്രാൺ തത്വ ഹെ. അപ്പോൾ അലങ്കാറിനെയാണ് ഭാമക് കാവ്യത്തിൻ്റെ പ്രാണതത്വമായി അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കഥൻ ന കാന്തമണി, നിർഭൂഷം, വിഫാദി, വനിതാമുഖം. अदायद सुंदर होते हुए भी स्त्री का मुख आभूषण से हीन होने पर सुशोभित नहीं होता, उसी प्रकार अलंकार रहित काव्य सुंदर होने पर मूल्यहीन है. അതായത് സുന്ദരിയായ സ്ത്രീയാണെങ്കിലും ആഭൂഷണമില്ലെങ്കിൽ സുശോഭിത് നഹി ഹോത്ത, സൗന്ദര്യവതിയായി കാണുന്നില്ല. അതുപോലെ അലങ്കാരമില്ലാത്ത കാവ്യം എന്താണ്? മൂല്യഹീനമാണ് എന്നാണ് നമ്മുടെ ഭാമക് പറയുന്നത്. ഇനി അലങ്കാർ സമ്പ്രദായക്ക് അന്യ ആചാരി ആരൊക്കെയാണ്? ദണ്ഡി, ജയദേവ്, ഉദ്ഫഡ്, രുദ്രഡ് എന്നിവരാണ് അലങ്കാറിനെ കാവ്യത്തിൻ്റെ പ്രാണതത്വമായി അംഗീകരിച്ച മറ്റ് ആചാര്യന്മാർ. ഇനി അലങ്കാറിനെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. ശബ്ദാലങ്കാർ, അർത്ഥാലങ്കാർ, ഉഭയാലങ്കാർ. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ശബ്ദക്കെ സരിയെ കാവ്യക്കോ സജാനെ വാലെ അലങ്കാരോങ്ക ശബ്ദാലങ്കാർ കഹത്തെ ഹെ. വരികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ശബ്ദങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ഭംഗിയായി എഴുതിയിരിക്കുന്ന വരികൾ, ആ കവിതകൾ ശബ്ദാലങ്കാർ എന്ന് പറയുന്നു. അതായത് കനക് കനക് ത്തെ സൈഗുനി മാതകഥ അധികായി സംസ്കൃത വരികളാണ്. ഓരോ വാക്ക് ആവർത്തിച്ച് വരുമ്പോൾ കനക് കനകത്തെ സൈഗുണി, നമ്മൾ ആ ശബ്ദം കൊണ്ട് ആ വരികളെ അലങ്കരിച്ചിരിക്കുന്നു. ഇതിനെ ശബ്ദാലങ്കാരം എന്ന് പറയുന്നു. അടുത്തത് അർത്ഥാലങ്കാർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ അർത്ഥയ്ക്ക് പ്രധാനത ഹോത്തെ, അതായത് അർത്ഥത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് उभयालंकार. शब्दालंकार और अर्थालंकार के प्रयोग से बनने वाले अलंकार को उभयालंकार कहते हैं. ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രയോഗത്തിൽ ഉണ്ടാകുന്ന അലങ്കാരമാണ് ഉഭയാലങ്കാരം. അടുത്തത് രീതി സമ്പ്രദായമാണ്. രീതി സമ്പ്രദായക്കോ ഗുണസമ്പ്രദായ ഫി കഹാ ജാത്ത ഹെ. രീതി സമ്പ്രദായത്തിന് മറ്റൊരു പേരാണ് എന്ത്? ഗുണസമ്പ്രദായ എന്ന്. രീതി സമ്പ്രദായക പ്രവർത്തക ആചാര്യ വാമൻ മാനാ ജാത്ത ഹെ. രീതി സമ്പ്രദായത്തിൻ്റെ പ്രവർത്തകൻ ആരാണ്? വാമനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് കാവ്യാലങ്കാർ സൂത്ര. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിശിഷ്ട പദരചന രീതി ഹെ. അദ്ദേഹം രീതിയെ കാവ്യത്തിൻ്റെ പ്രാണതത്വമായി കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിശിഷ്ട പദരചന രീതി ഹെ.
വിശിഷ്ട പ്രകാർ की പദരചന ही രീതി है എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. सबसे पहला രീതി का विभाजन भामक ने किया. നമ്മുടെ ആചാര്യ വാമനാണ് രീതിയുടെ പ്രവർത്തകനെങ്കിലും ഇതിൻ്റെ വിഭാജനം ആദ്യമായി ചെയ്തിരിക്കുന്നത് ഭാമകാണ്. രീതിയുടെ പ്രകാരം എത്ര പ്രകാരമാണ്? രണ്ട് രീതിക്ക് 2 പ്രകാരമുണ്ട്. 2 വിധത്തിൽ രീതിയെ വിഭജിച്ചിരിക്കുന്നു. വൈദർഭ്യ രീതി, ഗൗഡി രീതി. വൈദർഭ്യ രീതിയിൽ ശൃംഗാർ രസ് की പ്രധാനത है. ഗൗഡി രീതിയിലോ വീർ രസ് അല്ലെങ്കിൽ ക്രാന്തിക്ക് പ്രധാനത है. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ധ്വനി സമ്പ്രദായമാണ്. ആചാര്യ ആനന്ദവർദ്ധനെ ധ്വനി സമ്പ്രദായಕ್ಕೆ സ്ഥാപനാക്കി. അപ്പോൾ ധ്വനി സമ്പ്രദായത്തിൻ്റെ സ്ഥാപന ആരായിരുന്നു? ആചാര്യ ആനന്ദവർദ്ധൻ. അദ്ദേഹമാണ് ധ്വനി സമ്പ്രദായത്തിൻ്റെ പ്രവർത്തകനായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് ധ്വന്യാലോക്. അദ്ദേഹത്തിൻ്റെ പ്രധാന വരികൾ എന്ന് പറഞ്ഞാൽ ധ്വനിദസ, വ്യഞ്ജക്, ശബ്ദ, ധ്വനി, ധ്വനിധി, ധ്വനിയതി, വ്യഞ്ജകാർത്ഥോ ധ്വനിഹ എന്നതാണ്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ വരികളിൽ യഥാർത്ഥ അർത്ഥമല്ല എടുക്കേണ്ടത്, വ്യംഗ്യാർത്ഥത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥ അർത്ഥമല്ല വ്യംഗ്യാർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് ധ്വനി എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. ഇനി ഇതിൻ്റെ മറ്റ് ആചാര്യന്മാർ മമ്മഡ്, രാജ ജഗന്നാഥ് ആദി ധ്വനി സമ്പ്രദായക്ക് പ്രമുഖ ആചാര്യ ഹെ. ഇനി അടുത്ത വക്രോത്തി സമ്പ്രദായമാണ്. വക്രോത്തി ദോ അർത്ഥ്, അതിൽ ദോ ശബ്ദമാണ്. വക്രോത്തി അതായത് വക്ര അല്ലെങ്കിൽ ഉക്തി എന്ന 2 ശബ്ദങ്ങൾ അത് മിൽക്കർ ബനാഹെ. വക്രോത്തി എന്ന് പറഞ്ഞാൽ വക്ര और उक्ति मिलकर बना है. वक्र का अर्थ ठेठा और उक्ति का अर्थ कथन है. मिलकर ठेठा कथन हुआ. ठेठा कथन मतलब वक्रोक्ति का मतलब ठेठा कथन है. वक्रोक्ति संप्रदाय के प्रवर्तक कुंदक माना जाता है. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകൻ ആരാണ്? കുന്തകാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കഥൻ നോക്കാം. വക്രോക്തി കാവ്യ ജീവിതം. അദ്ദേഹം വക്രോക്തിയാണ് കാവ്യത്തിൻ്റെ പ്രാണതത്വം അംഗീകരിച്ചിരിക്കുന്നത്. ഭാമകിൻ്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ അലങ്കാരോം കാ മൂൽ എന്ന് വിളിക്കുന്നത് വക്രോക്തിയാണ്. സമ്പൂർണ്ണ അലങ്കാരോം കാ മൂൽ എന്ന് വിളിക്കുന്നത് വക്രോക്തി. അദ്ദേഹം വക്രോക്തിയെ അതിശയോക്തി എന്നും വിളിച്ചു. സഫി അലങ്കാരോം കാ പര്യായ് എന്ന് വക്രോക്തിയെ വിളിച്ചത് ദണ്ഡിയാണ്. കാവ്യക ബാഹ്യ വ്യക്തിത്വ എന്ന് വക്രോക്തിയെ വിളിച്ചത് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. അടുത്ത ഔചിത്യ സമ്പ്രദായമാണ്. വിദ്വാനോനെ औचित्य संप्रदाय को एक स्वतंत्र काव्य संप्रदाय के रूप में नहीं माना. അപ്പോൾ വിദ്വാനന്മാർ അതായത് പണ്ഡിതന്മാർ ഔചിത്യ സമ്പ്രദായത്തെ എന്തായി കണക്കാക്കിയില്ല? ഒരു സ്വതന്ത്ര കാവ്യ സമ്പ്രദായമായി കണക്കാക്കിയില്ല. പിന്നെയോ ഇതിനെ ഒരു സമന്വയകാരി സമ്പ്രദായമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രവർത്തകനാരാണ്? ക്ഷേമേന്ദ്രനെ ഒരു സമന്വയകാരി ആചാര്യയായാണ് കണക്കാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് ഔചിത്യ വിചാർ ചർച്ച. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കഥൻ ഔചിത്യ രസ സിദ്ധാന്ത സ്ഥിരം കാവ്യവസ്ഥ ജീവിതം. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അലങ്കാര, രസ്, ഗുണ തുടങ്ങിയ ഗുണങ്ങളുടെ എല്ലാം തന്നെ ഉചിതമായ പ്രയോഗമാണ് എന്ത്? ഔചിത്യം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കാവ്യശാസ്ത്രത്തിലെ എല്ലാ സമ്പ്രദായത്തിലെയും പ്രവർത്തകരെയും അവരുടെ പ്രധാന കൃതികളും വരികളും നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞു. നിങ്ങളത് ബൈഹാർട്ട് ചെയ്യുക. ഈ വീഡിയോ ഉപയോഗപ്രദമായി നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.